ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നേക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനും സ്നാക്കായിട്ടും മാത്രമല്ല, നമുക്ക് രാത്രി ഡിന്നറിനാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാവുന്നേ ഉള്ളൂ. ഇത് കഴിക്കാനിപ്പോൾ പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ അഥവാ കറി വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ചട്നി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കെല്ലാം കൊടുത്തു വിടാനും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുമുള്ളൊരു പലഹാരമാണ് കേട്ടോ. അതുപോലെ തന്നെ രാവിലെ ഉണ്ടാക്കി ലഞ്ച് ബോക്സിലെല്ലാം തയ്യാറാക്കി കൊടുത്തു വിട്ടാലും നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന ഒരു പലഹാരമാണ്. അപ്പം നമുക്ക് ഈ വെറൈറ്റി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും രശ്മീസ് റെസിപ്പീസിൻ്റെ അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വറുക്കാത്ത റവയാണ്. ഉപ്പുമാവെല്ലാം ഉണ്ടാക്കുന്ന റവ തന്നെയാണ്, പക്ഷേ ഇത് വറുക്കാത്ത റവയാണ്. അതിലേക്ക് ഒരു 3/4 കപ്പ് കട്ടിയുള്ള തൈര്, അധികം പുളിയില്ലാത്ത തൈര് ആണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ്, അതേ കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിതൊരു വിസ്ക് വെച്ചിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയൊന്നുമില്ലാതെ, കട്ടാതെ ശരിക്കും നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്ററായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ അതുപോലെ ഇവിടെ ഇങ്ങനെ സ്മൂത്തായിട്ടുള്ള ബാറ്ററായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബാറ്റർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ബാറ്റർ റെസ്റ്റ് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്കൊരു മിക്സ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം കടുകിട്ട് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിയുമ്പം അതേ അളവിൽ തന്നെ ഉഴുന്നുപരിപ്പും ഇട്ട് കൊടുക്കുക. ഉഴുന്നുപരിപ്പ് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങുമ്പം അതിലേക്കൊരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വാടി തുടങ്ങുന്ന സമയത്തേക്ക് ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ട്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉള്ള അളവിൽ പച്ചമുളക് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക, നല്ലപോലെ ചോപ്പ് ചെയ്തിട്ട്. പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ക്യാരറ്റ് ഇതിലേക്ക് വഴറ്റാനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ക്യാരറ്റും ഇതും കൂടി വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ക്യാപ്സിക്കം, അല്ലെങ്കിൽ വലിയ ക്യാപ്സിക്കം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതി ആയാലും മതി, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. വല്ലാതെ വഴറ്റി മുരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി. ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരറ്റും ക്യാപ്സിക്കവും എല്ലാം ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ ഒന്ന് വാടി കിട്ടും. ചെറുതായിട്ടൊന്ന് വാട്ടി എടുത്താൽ മാത്രം മതി കേട്ടോ. സവാള നേരത്തെ നമ്മൾ ആദ്യമേ വഴറ്റിയതാണ്. അപ്പോൾ ഈ ക്യാപ്സിക്കവും ക്യാരറ്റും എല്ലാം പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒന്ന് വാടി കിട്ടും. അപ്പോൾ ഈ പച്ചക്കറികൾ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ വാടി തുടങ്ങുന്ന സമയത്തേക്ക് ഞാനിതിലേക്ക് ഒരു 1/2 സ്പൂണോളം അളവിൽ കുറച്ച് കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഈ പച്ചക്കറികളുടെ എല്ലാ ഭാഗത്തേക്കും ഈ കായപ്പൊടി കൂടി ശരിക്കും ചേർന്ന് വരാൻ പാകത്തിന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കായത്തിൻ്റെ പൊടി എല്ലായിടത്തും, പച്ചക്കറികളിൽ എല്ലായിടത്തും ആകുന്നവരേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓഫ് ചെയ്ത് വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ചോപ്പ് ചെയ്ത മല്ലിയില ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. മല്ലിയില ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറിവേപ്പില ആയാലും ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. അതൊന്ന് ചൂടാറാനായിട്ട് വയ്ക്കുന്ന സമയത്തേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ബാറ്റർ എന്തായി എന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ ബാറ്റർ ശരിക്കും റവയെല്ലാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്റർ ഒന്ന് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ 1/4 കപ്പ് വെള്ളം ചേർത്തിരുന്നു. 3/4 കപ്പ് തൈരിൻ്റെ കൂടെ 1/4 കപ്പ് വെള്ളമാണ് ഇതിൽ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതേ അളവിലുള്ള 1/4 കപ്പ് വെള്ളം കുറച്ചും കൂടെയും ഒഴിച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1/2 കപ്പ് വെള്ളം ആയിട്ടുണ്ട്. 3/4 കപ്പ് തൈരും 1/2 കപ്പ് വെള്ളമാണ് ചേർത്തിട്ട് ഇപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നേരത്തെ പോലെ തന്നെ ഒട്ടും കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ടിരിക്കുന്ന റവ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ പച്ചക്കറി കൂട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഈ ബാറ്ററിലേക്ക് ഇതുപോലെ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ശരിക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ശരിക്കും എല്ലായിടത്തും പച്ചക്കറി ബാറ്ററിൻ്റെ എല്ലായിടത്തും എത്താൻ പാകത്തിന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ ശരിക്കും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. സോഡാപ്പൊടി ചേർത്തില്ല എന്ന് വിചാരിച്ചിട്ട് പലഹാരത്തിന് ടേസ്റ്റ് ഒന്നും ഒട്ടും കുറയില്ല. ഇപ്പോൾ സോഡാപ്പൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൊച്ചു ബൗളുകൾ എടുത്തിട്ടുണ്ട്. ആ ബൗളുകളിലെല്ലാം കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുകയാണ്. എല്ലായിടവും ഫുള്ള് താഴെ തൊട്ട് മേലെ വരേക്ക് ശരിക്കും ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓരോ ബൗളിലും ഈ ബാറ്റർ ഒന്ന് 3/4 ഭാഗം വരെ ഫില്ല് ചെയ്ത് കൊടുക്കുക. 3/4 ഭാഗം വരെ മാത്രമേ ഫില്ല് ചെയ്യാമുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇത് വേവുന്ന സമയത്ത് ചിലപ്പോൾ പൊങ്ങി വരും. അതിനുശേഷം അതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാ ബൗളിലും അതുപോലെ ഇങ്ങനെ 3/4 ഭാഗം വരെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ തട്ട് വെച്ചിട്ട് വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം തിളയ്ക്കുന്ന സമയത്തേക്ക് നമുക്കിത് ഓരോന്നും ഇതിലേക്കൊന്ന് ഇറക്കി വെച്ചിട്ട് ഇത് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം.
അതിനുശേഷം 2 മിനിറ്റ് കഴിയുമ്പം ഇതൊന്ന് തുറന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 2 സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തപ്പോൾ മാറ്റി വെച്ചിരുന്നു എന്ന്, അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് വെതറി കൊടുക്കുക കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അതുപോലെ ഇങ്ങനെ വെതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കുറേശ്ശെ വേവായിട്ട് ഈ മാവൊന്ന് പൊങ്ങി വന്ന് കഴിയുമ്പോൾ വേണം ഇതെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ മാവ് പൊങ്ങി കഴിയുമ്പം അതങ്ങ് മൂടിപ്പോകും. അപ്പോൾ നമുക്ക് മേലെ കാണാൻ പറ്റില്ല, ഭംഗിയായിട്ട് അതിരിക്കില്ല. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഒരു 5 മിനിറ്റ് കൂടെ വേവിച്ച് കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിതൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് വെച്ചിട്ടോ ഇതുപോലെ ഇങ്ങനെ കുത്തി നോക്കുക. അപ്പോൾ ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ചൂടാറി കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇത് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട്. ശരിക്കും നല്ലപോലെ ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം അതിൻ്റെ അരികെല്ലാം വിട്ട് വരും. അപ്പോൾ നമുക്കിത് കൈ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലോ ശരിക്കും ഒന്ന് ഇതിൽ നിന്നെല്ലാം ഒന്ന് വിട്ടെടുക്കാൻ പറ്റും. അതായത് പോലെ നല്ല ഭംഗിയായിട്ടും ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ ഇത്. അതിങ്ങനെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മാറ്റി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഇങ്ങനെ മാറ്റി കൊടുക്കാം. ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചട്നി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് ചട്നി ഉണ്ടാക്കിയിട്ട് കൂട്ടി കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഏത് സമയത്തും കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഈസി സ്നാക്കായിട്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാൻ. ഈ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ റെസിപ്പി. നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ സ്നാക്ക് റെസിപ്പിയാണ് ഇപ്പോൾ ചെയ്ത് കാണിച്ചത്. ഡിന്നറാണെന്നുണ്ടെങ്കിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്, നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി വീണ്ടും ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പി ആയിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക്